സീരിയലിൻ്റെ ദൈർഘ്യം കുറയ്ക്കുക. ഈ ലോകത്തില്ലാത്ത 3 വർഷം 4 വർഷമൊക്കെ പ്രഗ്നൻ്റ് ആവുന്നത് എനിക്കൊന്ന് ഞാനൊരു സീരിയൽ ചെയ്ത് ഞാൻ കറക്റ്റ് 9ാം മാസത്തിൽ പ്രഗ്നൻ്റായി പ്രസവിച്ചു. കാരണം അത് എൻ്റെ സ്വന്തം പ്രസവമായിരുന്നു. എൻ്റെ പുതിയ വിശേഷം ഒരു മലയാളം ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, ഡബിങ് നടക്കുന്നു. അത് ഇറങ്ങാനുണ്ട്. അനൂപ് മേനൻ സാറാണ് അതിൻ്റെ നായകൻ. ഒരു തമിഴ് ഫിലിം വരുന്നുണ്ട്. കാളി വെങ്കറ്റ് സാറാണ് അതിലെ നായകൻ. അതും ഒരു നല്ലൊരു ഫിലിം ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് രണ്ടുമാണ് എൻ്റെ വരുന്ന പ്രോജക്ട്സ്. തമിഴിലേക്ക് പോകുന്നുണ്ട്. ആര് വിളിച്ചാലും പോവും. നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ പോവും. അത്രയേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു കോണ്ടന്റ് റൈറ്ററാണ്. അപ്പോൾ അതും എല്ലാം കൂടെ ഇങ്ങനെ നിൽക്കാം. തങ്കമീൻകലിന് ശേഷം ഞാൻ തമിഴിൽ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഞാനത് ചെയ്തത്. മിന്നൽ മുരളിയുടെ അത് തിയേറ്ററിൽ കാണാൻ ആഗ്രഹമുണ്ടോ? 4K തീർച്ചയായിട്ടും. അതാണ് മിസ് ചെയ്യുന്നത്. മിന്നൽ മുരളി തിയേറ്റർ റിലീസ് ആകാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് തിയേറ്ററിൽ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ സീരിയലിലേക്കൊക്കെ ഇനി പോകാൻ സാധ്യത? ഞാനിപ്പം സീരിയൽ ലാസ്റ്റ് ചെയ്ത് 2017 സീരിയലൊന്നും എനിക്കറിയില്ല. അത് വെബ് സീരീസായി. എല്ലാവരും OTT പ്ലാറ്റ്ഫോമിലോട്ടായി. ടെലിവിഷൻ മിക്കുള്ളവരും ഉപേക്ഷിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം എങ്ങനെയാണ് അതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് അറിയില്ല. നോക്കാം. ഈ സീരിയലിൽ സെൻസറിങ് ഒക്കെ ഏർപ്പെടുത്തിയെന്നൊരു ഇതുണ്ടായിരുന്നു. സീരിയൽ മാക്സിമം എപ്പിസോഡ് കുറയ്ക്കുക എന്നുള്ള രീതിയിലൊരു സീരിയലിൻ്റെ ദൈർഘ്യം കുറയ്ക്കുക. ഈ ലോകത്തില്ലാത്ത 3 വർഷം 4 വർഷമൊക്കെ പ്രഗ്നൻ്റ് ആവുന്നത് എനിക്കൊന്ന് ഞാനൊരു സീരിയൽ ചെയ്ത് ഞാൻ കറക്റ്റ് 9ാം മാസത്തിൽ പ്രഗ്നൻ്റായി പ്രസവിച്ചു. കാരണം അത് എൻ്റെ സ്വന്തം പ്രസവമായിരുന്നു. അല്ലാണ്ട് സീരിയലിൽ കുറേ കണ്ടൻറ്റുകൾ മാറ്റാനുണ്ട്. സീരിയലിന് ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് വെബ് സീരീസാണ്. അപ്പം എല്ലാവരും മാറി ചിന്തിക്കേണ്ട സമയമായി. അതിൻ്റെ ദൈർഘ്യം കുറയ്ക്കുക, കണ്ടൻറ്റ് മാറ്റുക.